യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ കരവേലയായി തൻ്റെ തിരുക്കുമാരന് ജന്മം കൊടുക്കാൻ ദൈവം അനാദിയിലെ ഉയർത്തിയ പരിശുദ്ധ കന്യകാമറിയം തിരുക്കുമാരന് ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയപ്പോൾ ആ തിരുക്കുമാരൻ അമ്മയ്ക്ക് നൽകുന്ന ഒരു കോംപ്ലിമെൻ്റാണ് ഇന്നത്തെ തിരുവചന ഭാഗം. എന്ന് മാത്രമല്ല, ആ കോംപ്ലിമെൻറ്റിനോട് കൂടെ ഒരു കാര്യം കൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം അവിടുന്ന് ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. കർത്താവ് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെ കാണാനായിട്ട് വന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ തെറ്റിദ്ധാരണാജനകമാണ് എങ്കിലും അതുയർത്തുന്ന അനന്ത കോടി സന്തോഷത്തിൻ്റെ വാക്കുകൾ നമുക്ക് അവിടുത്തെ കമൻറ്റിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ഈശോ പറഞ്ഞു, ദൈവത്തിൻ്റെ തിരഹിതം നിറവേറ്റുന്നവളാണ് തൻ്റെ അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാണ് ഈ അമ്മ തന്നെ തൻ്റെ ഉദരത്തിൽ ഏറ്റുവാങ്ങിയത് എന്ന് അവിടുന്ന് കൃത്യമായി അറിഞ്ഞതുകൊണ്ട് ജനസമൂഹത്തിന് മുമ്പിൽ വെച്ച് ഈശോ അമ്മയ്ക്ക് കൊടുക്കുന്ന കയ്യടിയാണ് ഈ പ്രസ്താവം. തൻ്റെ ചുറ്റുമിരിക്കുന്ന ജനക്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ ഈ വാക്ക് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആവർത്തിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാൻ മനസ്സാകുന്ന ആരും എൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ സ്ഥാനത്താണ് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മഹത്വം കുറയ്ക്കാൻ പറഞ്ഞ വാക്കുകളാണ് എന്ന് ചില പെന്തക്കോസ്റ്റൽ വിശ്വാസികളൊക്കെ ഈ വാക്കുകളെ തെറ്റിദ്ധാരണാജനകമായ വിധം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അമ്മയെക്കുറിച്ച് ഈശോ കൊടുത്ത ആ കോംപ്ലിമെൻ്റ് ഏറെ അർത്ഥപൂർണമാണ്, നമുക്ക് ഓരോരുത്തർക്കും ആപ്ലിക്കബിളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും അമ്മയുടെ വഴി തിരഞ്ഞെടുക്കണം. യേശുപിതാവിൻ്റെ വഴി തിരഞ്ഞെടുക്കണം. ഈശോയുടെ വഴി തിരഞ്ഞെടുക്കണം. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. യേശുപിതാവ് ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് കേട്ട് നിദ്രയിൽ നിന്നുണർന്ന് അപ്പോൾ തന്നെ തൻ്റെ ഭാര്യയെ മറിയത്തെ സ്വീകരിക്കുന്നു. യേശുനാഥൻ ഗെത്സമേൻ തോട്ടത്തിൽ, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവകരങ്ങൾ തങ്ങളെ കൈയാളിക്കുന്നു. നമുക്കും ഇങ്ങനെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നവരാകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.